ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബിനോയ് തൃപ്പൂണിത്തുറയിൽ. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു, സഭയെ തെറ്റിദ്ധരിപ്പിച്ചു, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ പോലീസ് അധികാരികളെ തെറ്റിദ്ധരിപ്പിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, ഏകദേശം ഒരു വർഷം മുമ്പ് ഡിസംബർ മാസത്തിലാണ് മാർപ്പാപ്പ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്നും ഈ വിമത വൈദികരായ പിശാചുക്കളുടെ പുറകെ നമ്മൾ പോകരുതെന്നും ആഹ്വാനം ചെയ്തത്. അതിനുശേഷം ഈ വിമതന്മാരായ ചേട്ടൻകളനും അനിയൻകളനും അതുപോലെ അവരുടെ കൂടെയുള്ള കുർബാ സംഘത്തിൽപ്പെട്ട വൈദികരും പല തവണയായിട്ട് ഇറക്കിയ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ഒരു ആകമാന തുക നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാം, എല്ലായിടത്തും എഴുതി വച്ചിരിക്കുന്നത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു. ഒരു വർഷമായില്ലേ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട്? ഇവരുടെ കൂടെ വിവരവും വിദ്യാഭ്യാസമുള്ള വൈദികരും മെത്രാന്മാരും ഇല്ലേ ഈ ഒരു വർഷം കൊണ്ട് മാർപ്പാപ്പയുടെ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട്? അപ്പോൾ അതിലൊരു തെറ്റിദ്ധാരണയില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിനുശേഷം ഇവർക്കെതിരെ കോടതി വിധി വന്നപ്പോൾ, സഭയ്ക്ക് അനുകൂലമായ കോടതി വിധി വന്നപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ ഇവർ 5 ലക്ഷത്തിനും 8 ലക്ഷത്തിനും 10 ലക്ഷത്തിനൊക്കെ പള്ളിയിൽ നിന്നും ഈ കേസിന് വേണ്ടി അടിച്ചു മാറ്റിയ പൈസയിൽ ഒരു 5,000 10,000 ഈ വക്കീൽമാർക്ക് കൊടുത്ത് വിവരമുള്ള ഈ വക്കീലന്മാർ വെക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അവിടെയും സത്യമാണ് ജയിച്ചത്, തെറ്റിദ്ധാരണയല്ല ജയിച്ചത്, സത്യമാണ് ജയിച്ചത്. അപ്പോൾ അതിനെതിരെയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. അതിനുശേഷം നിയമം നടപ്പിലാക്കാനായിട്ട് പോലീസ് അധികാരികൾ ശ്രമിച്ചപ്പോൾ അതിനെതിരായിട്ടും ഇട്ടു, പോലീസ് അധികാരികളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് അനിയൻ കള്ളൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പം നിങ്ങൾക്ക് അവിടെയും നിങ്ങളുടെ കൂടെ വിവരവും വിദ്യാഭ്യാസമുള്ള ആരുമില്ലേ ഈ പോലീസ് അധികാരികളെ മനസ്സിലാക്കാനായിട്ട്? അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലേ? അപ്പം നിങ്ങളുടെ കൂടെ പൊട്ടനും ചാട്ടനും വിവരമില്ലായ്മയും ഉള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ തെറ്റിദ്ധാരണകൾ മാറ്റാനായിട്ട് ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ അടിച്ചു മാറ്റാനും പള്ളിയിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം തുടങ്ങിയ ഒരു പരിപാടിയാണ് ഈ ജനാഭിമുഖം എന്ന പരിപാടി. നിങ്ങൾ കാണിച്ച കള്ളത്തരങ്ങൾ പുറത്തു വരാതിരിക്കാനായിട്ട് നിങ്ങൾ കത്തിച്ചു വിട്ട ഒരേ ഒരു ജ്വാലയാണ് ഈ ജനാഭിമുഖം. അത് എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒരു വർഷമായിട്ട് മാർപ്പാപ്പയുടെ തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റാത്ത വൈദികരും കുറച്ച് മെത്രാന്മാരും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പൊട്ടന്മാരാണോ? നിങ്ങളുടെ നേതാക്കന്മാർ പൊട്ടന്മാരാണോ? അവർക്ക് വിവരമില്ലേ ഈ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട്? സഭയുടെ അധികാരികളുടെ അടുത്ത് പോയി ഈ തെറ്റിദ്ധാരണ മാറ്റാൻ പറഞ്ഞു കൊടുക്കാനുള്ള വിവരമുള്ള ആരുമില്ല. പിന്നെ കുറച്ച് പേര് ഇവിടുന്ന് റോമിലേക്ക് പോയി, തിരിച്ചു വന്നിട്ട് പിന്നെ മിണ്ടിയിട്ടില്ല. കാരണം അവർക്കും അവരുടെ തെറ്റിദ്ധാരണ മാറി കിട്ടി. അപ്പോൾ അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, സഭയിൽ അന്തഛിദ്രമുണ്ടാക്കി സഭാ മക്കളെ തമ്മിലടിപ്പിച്ച് സഭയെ കട്ടുമുടിപ്പിക്കുന്ന ചേട്ടൻകളൻ്റെയും അനിയൻകളൻ്റെയും ഈ കുർബാ സംഘത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നും എത്രയും വേഗം ബാക്കിയുള്ളവരും കൂടെ രക്ഷപ്പെട്ട് സഭയോട് കൂടെ നിന്ന് സഭയുടെ ഏകീകൃത കുർബാന അർപ്പണം ഈ ക്രിസ്മസോട് കൂടിയെങ്കിലും നടപ്പിലാക്കാനായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കാം, ഒരുമിച്ച് ശ്രമിക്കാം, സഭയോടൊപ്പം നിൽക്കാം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.